തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണം സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മരണപ്പെട്ട ബിസ്മീർ ശ്വാസതടസ്സം നേരിട്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ഏറെ നേരം പുറത്തു നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതോടെ ചികിത്സ നിഷേധിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം കൂടുതൽ ശക്തമാകുന്നു. ശ്വാസതടസ്സം നേരിട്ട ബിസ്മീറിനെ രാത്രി 1 മണിയോടെയാണ് വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. എന്നാൽ മരണവെപ്രാളത്തോടെ ആശുപത്രിയുടെ പുറത്തിരിക്കാൻ മാത്രമാണ് ബിസ്മീറിന് സാധിച്ചത്. ഏറെ നേരം ജീവനക്കാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ സെക്യൂരിറ്റി ജീവനക്കാരനെത്തി ഗേറ്റ് തുറന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ വിവരമറിയിക്കുന്നത്. അപ്പോഴും പ്രാഥമിക ചികിത്സ ഉറപ്പാക്കുന്നതിനു പകരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ജീവനക്കാർ ചെയ്തത്. രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്ന ജീവൻ നഷ്ടമാക്കിയതിന് കാരണം ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതേസമയം സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് ആശുപത്രിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കും വിളപ്പിൽശാല പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.